Hi friends, ഇന്നത്തെ വീഡിയോ imoviesൽ വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതാണ്. യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് യൂട്യൂബിൽ തന്നെ കുറേ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നത്. അന്ന് എൻ്റെ കയ്യിൽ അത്ര നല്ല ക്യാമറയുള്ള മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് ഐപാഡാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ വീഡിയോസ് എടുത്താലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു വീഡിയോ ആയിട്ടത് മാറ്റാനായിട്ട് എഡിറ്റിംഗ് എന്തായാലും അത്യാവശ്യമാണ്. ആ സമയത്ത് കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട് imoviesൽ എങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്നുള്ളത്. ഞാൻ പറയുന്നില്ല ഞാൻ നന്നായി എഡിറ്റ് ചെയ്യുന്നുണ്ടെന്നോ എൻ്റെ എഡിറ്റിംഗ് പെർഫെക്റ്റ് ആണെന്നോ. ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് imoviesൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം. കുറച്ചെങ്കിലും പേർക്ക് അത് യൂസ്ഫുൾ ആവുമെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ. 2 സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാറ്. ഒന്ന് imoviesഉം അതുപോലെ ഫോട്ടോഷോപ്പും. ഇപ്പോൾ imoviesൽ എങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. imovies ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പ്ലസ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, മൂവീസും ട്രെയിലറും. അതിൽ മൂവീസ് ക്ലിക്ക് ചെയ്യുക. മൂവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക്, അതായത് നമ്മുടെ ടാബിലുള്ള ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ അതിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ വീഡിയോയും ഫോട്ടോ അങ്ങനെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രീൻ വരും, ഇതിലെല്ലാം വരും, മിക്സ് ആയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം വരും. ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യണ പോലെ കാണിച്ചു തരാം. ഇതിലെല്ലാം എന്ന് പറഞ്ഞല്ലോ, ഇതിൽ വീഡിയോസും ഉണ്ട് ഫോട്ടോസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫോട്ടോ മാത്രം എടുത്ത് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് മാത്രം വരും. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് മാത്രം വരും. അപ്പോൾ ഇതിൽ ഞാൻ 2-3 എണ്ണം സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും താഴെയായിട്ട് ക്രിയേറ്റ് മൂവി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്തതെല്ലാം നമ്മുടെ imoviesലെ ഒരു ഫോൾഡർ പോലെ എന്ന് പറയാം, അതിൽ സേവ് ആവും. ഇങ്ങനെയാണ് വരിക. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തതിൽ ഏതെങ്കിലും വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് മീഡിയയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ വീഡിയോ എല്ലാം സെപ്പറേറ്റ് ആണ്. അല്ലെങ്കിൽ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വരും. അതിൽ ഏതാ വേണ്ടത് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലസ് കാണാം. അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ കേഴ്സർ കൊണ്ട് നിർത്തിയിട്ടുള്ളത് അവിടേക്ക് അത് ആഡായി പോവും. നമ്മൾ ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഡർ അനുസരിച്ചിട്ടൊന്നും ആവില്ല സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓർഡറിലായിരിക്കില്ല അത് സെലക്റ്റായി വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏത് ഫോട്ടോ കഴിഞ്ഞ് ഏത് ഫോട്ടോ വരണം, ഏത് വീഡിയോ കഴിഞ്ഞ് ഏത് വീഡിയോ വരണം എന്നുള്ളത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് മെയിനായിട്ട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യേണ്ടി വരും, വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആ ഫോട്ടോയിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു യെല്ലോ ബോർഡർ വരും. ആ യെല്ലോ ബോർഡർ വന്നതിനർത്ഥം അത് സെലക്റ്റായി എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഫോട്ടോ സൂം ചെയ്യണമെങ്കിൽ ആ യെല്ലോ ബോർഡർ വന്നതിന് ശേഷം അവിടെ പിൻസ് ടു പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ ആവശ്യത്തിനനുസരിച്ച് സൂം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ ഈ ഫോട്ടോ അധികം നേരം കാണിക്കേണ്ട വെച്ചാൽ നമുക്കതിൻ്റെ ലെങ്ത്ത് ചെറുതാക്കാൻ പറ്റും ഇതുപോലെ. അതുപോലെ കുറച്ച് സമയം ഈ ഫോട്ടോ കാണിച്ചുകൊണ്ടേ ഇരിക്കണം വെച്ചാൽ ഇതുപോലെ തന്നെ ആ യെല്ലോ ബോർഡർ പിടിച്ച് ഒന്ന് റൈറ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും ഏത് ബോർഡർ ആണെങ്കിലും കുറച്ച് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ആ ഫോട്ടോ കാണിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും താഴെയായിട്ട് ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ടി എന്ന് കാണിച്ചിട്ടുള്ളത്. അത് തൊട്ട് കഴിഞ്ഞാൽ പലതരത്തിൽ ഇതുപോലെ കാണിക്കുന്ന പല സ്റ്റൈലിലുള്ള സബ് ടൈറ്റിലുകൾ നമുക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഹായ് ഫ്രണ്ട്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബിഗിനിങ്ങിൽ കൊടുക്കണോ, എൻഡിൽ കൊടുക്കണോ, മിഡിൽ കൊടുക്കണോ, അതൊക്കെ നമുക്ക് അതിൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിലുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്റേഴ്സാണ്. ഇതുപോലെ ഒരു ഫോട്ടോയ്ക്ക് പല കളറുകൾ കൊടുക്കുക. പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോൻ്റെ വീഡിയോൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ ആ വീഡിയോ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ആക്ഷൻ കീ ഉണ്ട്. അത് തൊട്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുകയും ചെയ്യും.
അതുപോലെ ഒരു ഫോട്ടോയിൽ നിന്ന് നെക്സ്റ്റ് ഫോട്ടോയിലേക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ അതിന് പല സ്റ്റൈലുണ്ട്. അതായത് വൈപ്പ് ചെയ്യണ പോലെ, സ്ലൈഡ് ചെയ്യണ പോലെ. ആ ഒരു ഓപ്ഷനാണ് ഈ സ്റ്റാറും അതുപോലെ ആരോ ഒക്കെ കൊടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ സൂം ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് പിൻസ് ടു സൂം എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. അതിൽ തൊട്ടിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ സൂമായി വരും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്കൊരു സബ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ വലിയൊരു വീഡിയോ ആണ് നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ സബ് ടൈറ്റിൽ പറയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു വീഡിയോനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സബ് ടൈറ്റിൽ കൊടുക്കാനാണ് സ്പ്ലിറ്റിംഗ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനും നമുക്ക് ചെയ്യാം. നെക്സ്റ്റായിട്ട് നമുക്ക് വീഡിയോസിന് സബ് ടൈറ്റിൽ എങ്ങനെ കൊടുക്കാൻ നോക്കാം. നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കേണ്ട വീഡിയോ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യെല്ലോ ബോർഡർ വരും. അതിനർത്ഥം ആ വീഡിയോ സെലക്ട് ആയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ആക്ഷൻ, വോളിയം, സ്പീഡ്, ടി എന്ന് പറഞ്ഞിട്ട് കാണാം. ആ ടി ടച്ച് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈല് കാണാം സബ് ടൈറ്റിൽ കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ തന്നെ പോപ്പപ്പ് ചെയ്ത് വരുന്നതുണ്ട്. പല സ്റ്റൈലുണ്ട്. ഇപ്പോൾ നമുക്ക് സെൻറ്ററിൽ വേണമെന്ന് വെച്ചാൽ സെൻറ്ററിൽ കൊടുക്കാം, എൻഡിലാണോ മിഡിലാണോ എല്ലാം നമുക്കത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 2-3 സ്റ്റൈൽ ഞാനിവിടെ കാണിച്ചു തരാം. സാധാരണ നമുക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ടച്ച് ചെയ്യുമ്പോൾ ടൈറ്റിൽ ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കും. അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ആവശ്യമുള്ള സബ് ടൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇതിന് ശേഷമായിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് വീഡിയോയിൽ ചെയ്യാനുള്ളത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുക്കിങ്ങും അതുപോലെ വ്ളോഗ്സൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഇത് വേണ്ടി വരിക. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ കാണിക്കേണ്ടി വരുമ്പോൾ അതിനായിട്ട് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് വീഡിയോ ആണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ യെല്ലോ ബോർഡർ വരും. അതിന് താഴെയായിട്ട് സ്പീഡിൻ്റെ ഐക്കൺ ഉണ്ടാവും. അത് ടച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ബാറ് കാണിക്കും. അതിന് താഴെയായിട്ട് 1 എഴുതി കാണിക്കും. 1-ലായിരിക്കും ആ ഐക്കൺ നിൽക്കുന്നുണ്ടാവുക. അതൊന്ന് താഴേക്ക് കൊണ്ടുവരാണെങ്കിൽ ലെഫ്റ്റിലേക്ക് നീക്കുകയാണെങ്കിൽ സ്പീഡ് കുറയും, അതായത് സ്ലോ മോഷൻ ആക്കാം. റൈറ്റിലേക്ക് നീക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ കാണിക്കാം. ഇതാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. നേരത്തെ ഞാൻ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്കൊരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്താൽ തന്നെയും അതിൻ്റെ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ നെക്സ്റ്റ് എന്താണ് കണ്ടിന്യൂഷനായിട്ട് വരുന്നത് അത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എഡിറ്റിങ്ങിന് ആവശ്യമുള്ളത് അതിൻ്റെ വോള്യമാണ്. ഇപ്പോൾ നമ്മൾ സ്പോട്ട് റെക്കോർഡിങ് ചെയ്യുമ്പോൾ അതിലൊരു സൗണ്ട് വന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഡിറ്റാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡിറ്റാച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ താഴെ യെല്ലോ കളറിൽ നമ്മുടെ ഓഡിയോ തന്നെ വന്ന് കിടക്കും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ പറ്റും, അതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സൗണ്ട് കൊടുക്കലാണ്. ഇപ്പം നമ്മൾ സ്പോട്ട് റെക്കോർഡിങ് ചെയ്യുമ്പോൾ അത് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും മ്യൂട്ട് ആക്കാനും ഓപ്ഷൻ ഉണ്ട്. അതിനാണ് വോളിയം എന്നുള്ള ഐക്കൺ. ആ വോളിയം ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് 100 ആയിരിക്കും കാണിക്കുക, ലെഫ്റ്റിലോട്ട് നീക്കുമ്പോൾ അത് മ്യൂട്ടാവും. ഇപ്പോൾ നമ്മൾ സ്പോട്ട് റെക്കോർഡിങ്ങിൻ്റെ സൗണ്ട് കുറവാണ്, അത് നമുക്ക് സൗണ്ട് കൂട്ടാൻ ഓപ്ഷൻ ഉണ്ട്. റൈറ്റിലോട്ട് നീക്കി ഒരു 300 വരെ നമുക്ക് വോളിയം കൂട്ടാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഇപ്പോൾ വോളിയം വേണ്ട വെച്ചാൽ, അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങനെയാകുമ്പോൾ ഇത് മ്യൂട്ടാക്കിയതിന് ശേഷം നമുക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ മൈക്രോഫോണിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റും. നമ്മൾ റെക്കോർഡ് ചെയ്തത് റിവ്യൂ ചെയ്യാനും അതുപോലെ അത് ശരിയായില്ലെങ്കിൽ റീടേക്ക് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്തത് കറക്റ്റാണ്, ഇനിയൊന്നും മാറ്റങ്ങളൊന്നും വരുത്താനില്ല വെച്ചാൽ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തത് അതിൻ്റെ താഴെ ഒരു ബ്ലൂ കളറിൽ ലൈനായിട്ട് കാണിക്കും. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് എഡിറ്റ് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ വോളിയം കൂട്ടാൻ പറ്റും, അതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു വലിയ വീഡിയോയ്ക്ക് ഒറ്റ സ്ട്രെച്ചിന് തന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കണമെന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മൈക്രോഫോണിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. ആ ഐക്കൺ എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇതിൽ നമ്മുടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത്. വോയിസ് റെക്കോർഡ് പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീടേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടമായെങ്കിൽ യൂസ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ വീഡിയോ ആഡായി വരും.
നെക്സ്റ്റ് വീഡിയോയ്ക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെന്ന് നോക്കാം. സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഓഡിയോ ഉണ്ട്. ആ ഓഡിയോന്ന് നമുക്ക് ആവശ്യമുള്ള പാട്ടെടുത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വീഡിയോയ്ക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുത്തെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് ഉണ്ടെങ്കിൽ വോയിസ് ഉള്ള സ്ഥലത്ത് പാട്ട് വളരെ സൗണ്ട് കുറഞ്ഞിട്ട് കേൾക്കുകയുള്ളൂ. വീഡിയോ ഹെയർ സ്ട്രൈറ്റനിങ് ബ്രഷിൻ്റെ ഒരു റിവ്യൂ ആണ്. അതുപോലെ വോയിസ് കഴിയുന്ന സ്ഥലം തൊട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചുകൂടി ഹൈ പിച്ചിൽ കേൾക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനും വോയിസ് കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് പറ്റും. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. ഈ എല്ലാം ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ഡൺ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് സേവ് ആവും. അതിനുശേഷം കാണുന്ന സ്ക്രീനിൽ പ്ലേ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടിൻ്റെയും നടുക്കായിട്ട് സേവ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് വീഡിയോസ് എന്ന് പോകും. സേവ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്വാളിറ്റിയിലാണ്, HD ആണോ, ആ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ സേവ് ആയിട്ട് നമ്മുടെ ഗാലറിയിൽ കിടക്കും. ഗാലറിയിൽ സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെയും ഇതിൽ പോയി എഡിറ്റ് ചെയ്ത് ഇതുപോലെ രണ്ടാമത് സേവ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർ വളരെ കുറവായിരിക്കും. എങ്കിലും ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് എടുക്കുക, യൂട്യൂബിൽ നമ്മുടെ ഒരു ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ടോപ്പിൽ ഒരു ഐക്കൺ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ചാനൽ എന്ന് കാണിക്കും. അതിൽ വീഡിയോസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, പുതിയതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു വീഡിയോൻ്റെ ഒരു ഐക്കൺ വരും. ആ വീഡിയോൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഗാലറിയിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ വരും. നമ്മൾ ആവശ്യമുള്ള വീഡിയോ ഏതാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ പ്ലേ ആവാൻ തുടങ്ങും. ട്രിം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട, നമ്മുടെ കയ്യിലുള്ള വീഡിയോ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ നെക്സ്റ്റ് അടിക്കുക, ടൈറ്റിൽ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ കുറച്ചെങ്കിലും പേർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഞാനിനി എൻ്റെ വീഡിയോയ്ക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് എന്നുള്ള ഞാൻ സാധാരണ എൻ്റെ ആഡ് ചെയ്യാറുള്ളത് ആഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ്. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.